നമസ്കാരം. ഇൻഫോർ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാലടി പ്ലാന്റേഷൻ അതിരപ്പള്ളി എസ്റ്റേറ്റിൽ നിന്നും കൂറ്റൻ രാജവെമ്പാലയെ പിടികൂടി. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി നടന്ന ആനയോട്ടത്തിൽ ഗുരുവായൂർ ബാലു വിജയിച്ചു. ഓൺലൈൻ ട്രേഡിംഗിന്റെ പേരിൽ ഇരിങ്ങാലക്കുട സ്വദേശിയുടെ 1 കോടിയിലധികം രൂപ തട്ടിയെടുത്ത കേസിൽ യുവാവ് പിടിയിൽ. നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി VR പുരം ഗവൺമെന്റ് സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ക്യാമറകൾ സ്ഥാപിച്ചു. മാലിന്യ സംസ്കരണ രീതികളെക്കുറിച്ച് പഠിക്കുന്നതിനായി കൊടകര ഗ്രാമപഞ്ചായത്തിൽ നിന്നും സിക്കിമിലേക്ക് പഠനയാത്ര സംഘടിപ്പിച്ചു. കഞ്ചാവ്, മയക്കുമരുന്ന്, ലഹരി മാഫിയയ്ക്കെതിരെ യുവത്വം രംഗത്തിറങ്ങണം. AIYF. വിശദമായ വാർത്തയിലേക്ക്. കാലടി പ്ലാന്റേഷൻ അതിരപ്പള്ളി എസ്റ്റേറ്റിൽ നിന്നും കൂറ്റൻ രാജവെമ്പാലയെ പിടികൂടി. 10ാം ബ്ലോക്കിൽ താമസിക്കുന്ന നാരായണന്റെ ലയത്തോട് ചേർന്നുള്ള ശുചിമുറിയിൽ കൂട്ടിവച്ചിരുന്ന വിറകിനുള്ളിൽ നിന്നാണ് ഏകദേശം 14 അടി നീളവും 30 കിലോ തൂക്കവുമുള്ള രാജവെമ്പാലയെ പിടികൂടിയത്. ഇതിലെ പോയിരുന്ന കാർ യാത്രക്കാരാണ് റോഡ് മുറിച്ചു കടന്ന് രാജവെമ്പാല തൊഴിലാളികളുടെ താമസ സ്ഥലത്തേക്ക് പോകുന്നത് കണ്ടത്. തുടർന്ന് ഇവർ ഇവിടെയുള്ള താമസക്കാരെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് തൊഴിലാളികൾ ഏടാറ്റുമുഖം RRT ടീമിനെ വിവരമറിയിക്കുകയും റെസ്ക്യൂ ഓഫീസർ സാബുവിന്റെ നേതൃത്വത്തിൽ അതിരപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ രേഷ്മ, ഷിബു, ഡ്രൈവർ ശ്യാം, RRT അംഗങ്ങളായ വിൽസൺ പള്ളാശ്ശേരി, PB സുധീർ എന്നിവരുടെ സംഘം പാമ്പിനെ പിടികൂടുകയും ചെയ്തു. പാമ്പിനെ പിന്നീട് ഉൾവനത്തിൽ തുറന്നുവിടുമെന്ന് വനപാലകർ അറിയിച്ചു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി നടന്ന ആനയോട്ടത്തിൽ ഗുരുവായൂർ ബാലു വിജയിച്ചു. ചെന്താമരാക്ഷൻ 2ാം സ്ഥാനം നേടി. കിഴക്കേ ഗോപുര കവാടം കടന്ന് ആദ്യം ക്ഷേത്രവളപ്പിൽ പ്രവേശിച്ച ബാലുവിനെ വിജയിയായി പ്രഖ്യാപിച്ചു. നേരത്തെ നിശ്ചയിച്ച 12 ആനകളിൽ നിന്ന് നറുക്കെടുപ്പിലൂടെയാണ് 5 ആനകളെ തിരഞ്ഞെടുത്തത്. ഉച്ചയ്ക്ക് 3-നാണ് ആനയോട്ടം തുടങ്ങിയത്. പിടിയാന ദേവി 4ാം സ്ഥാനത്തെത്തി. ഞായറാഴ്ച ബ്രഹ്മകലശത്തിന് ശേഷം കിഴക്കേ ദീപസ്തംഭത്തിന് മുന്നിൽ ദേവസ്വം ചെയർമാൻ VK വിജയന്റെ നേതൃത്വത്തിലായിരുന്നു നറുക്കെടുപ്പ്. ക്ഷേത്രത്തിൽ സ്വർണ്ണക്കോലമേറ്റാൻ ഉൾപ്പെടെ ബാലുവിന് പ്രത്യേക പരിഗണന ലഭിക്കും. ആനയോട്ടത്തിന് മുൻപായി എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിരുന്നു. ആനകളും ഭക്തരും തമ്മിലുള്ള നിശ്ചിത അകലം കൃത്യമായി പാലിച്ചായിരുന്നു ആനയോട്ടം. നേരത്തെ വടക്കേ നടപ്പന്തലിലായിരുന്നു ആനയൂട്ട്. ഇക്കുറി സുരക്ഷാ പ്രശ്നവും ജനത്തിരക്കും കാരണമാണ് ആനക്കോട്ടയിലേക്ക് മാറ്റിയത്. 10 ദിവസത്തെ ഉത്സവ ചടങ്ങുകൾ തിങ്കളാഴ്ച രാത്രി ആരംഭിക്കും. കൊടിയേറ്റാനുള്ള സപ്തവർണ്ണ കൊടി ശ്രീലകത്ത് കൊണ്ടുപോയി ചൈതന്യം പകരും. രാത്രി സ്വർണ്ണ കൊടിമരത്തിൽ തന്ത്രി കൊടിയേറ്റം നിർവഹിച്ചാൽ ക്ഷേത്രനഗരി ഉത്സവ ലഹരിയിലാകും. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ കലാമണ്ഡലം മേജർ സംഘത്തിന്റെ കഥകളിയോടെ ഉത്സവകാല കലാപരിപാടികളുടെ അരങ്ങുണരും. ഓൺലൈൻ ട്രേഡിംഗിന്റെ പേരിൽ ഇരിങ്ങാലക്കുട സ്വദേശിയുടെ 1 കോടിയിലധികം രൂപ തട്ടിയെടുത്ത കേസിൽ യുവാവ് പിടിയിൽ. പട്ടാമ്പി കൊപ്പം ആമയൂർ സ്വദേശി കൊട്ടിലിൽ വീട്ടിൽ മുഹമ്മദ് അബ്ദുൾ ഹക്കീമാണ് അറസ്റ്റിലായത്. ഇരിങ്ങാലക്കുട കല്ലേറ്റുങ്കര സ്വദേശിയാണ് തട്ടിപ്പിനിരയായത്. FUVEP CL03 എന്ന ആപ്പ് വഴിയാണ് 1 മാസം കൊണ്ട് 1 കോടിയിലധികം രൂപ തട്ടിയെടുത്തതെന്ന് പോലീസ് പറഞ്ഞു. ഓൺലൈൻ ട്രേഡിംഗിൽ പണം നിക്ഷേപം നടത്തിയാൽ വൻ തുക ലാഭവിഹിതം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. റൂറൽ പോലീസ് മേധാവി B കൃഷ്ണകുമാറിന്റെ നിർദ്ദേശപ്രകാരം ഇരിങ്ങാലക്കുട DYSP സുരേഷ്, സൈബർ പോലീസ് ഇൻസ്പെക്ടർ O വർഗീസ്, അലക്സാണ്ടർ, സൂരജ് തുടങ്ങിയവരുൾപ്പെട്ട പോലീസ് സംഘമാണ് അന്വേഷണം നടത്തി പ്രതിയെ പിടികൂടിയത്.
നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിആർപുരം ഗവൺമെന്റ് സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ക്യാമറകൾ സ്ഥാപിച്ചു. സ്കൂളിന്റെ സുരക്ഷയുടെ ഭാഗമായും അനധികൃത പ്രവർത്തനങ്ങൾ തടയുന്നതിനുമായാണ് ഈ വർഷം നഗരസഭാ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ക്യാമറകൾ സ്ഥാപിച്ചത്. വിവിധ ആവശ്യങ്ങൾക്കായി സ്കൂളിന് ഈ വർഷം അനുവദിച്ച 5 ലക്ഷം രൂപയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 11 സ്ഥലങ്ങളിലായി ക്യാമറകളും മോണിറ്ററും ഉൾപ്പെടെ സ്ഥാപിച്ചു. നിരീക്ഷണ ക്യാമറയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ നിർവഹിച്ചു. പ്രിൻസിപ്പാൾ ഷീല PA അധ്യക്ഷയായി. ഹെഡ്മിസ്ട്രസ് BGS ജയരാജ് മാഷ്, SMC ചെയർമാൻ VV വേലായുധൻ, സ്കൂൾ ലീഡർ ആൽബിൻ ഷാജു എന്നിവർ പ്രസംഗിച്ചു. സ്ഥാപിക്കുന്ന പ്രവൃത്തിയാണ് വിആർപുരം സ്കൂളിൽ പൂർത്തീകരിച്ചിട്ടുള്ളത്. എല്ലാവരും ക്യാമറ നിരീക്ഷണത്തിലാണെന്നാണ് ഇനിയുള്ളതിന്റെ പ്രത്യേകത. അകത്തുള്ളവരും പുറത്തുള്ളവരും വരാൻ സാധ്യതയുള്ളവരൊക്കെ നിരീക്ഷണത്തിലാണ്. അപ്പൊ എന്തായാലും ഇത് നമ്മുടെ വിദ്യാലയത്തിന്റെ മറ്റു കുഴപ്പങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്കറിയാം. മാലിന്യ സംസ്കരണ രീതികളെക്കുറിച്ച് പഠിക്കുന്നതിനായി കൊടകര ഗ്രാമപഞ്ചായത്തിൽ നിന്നും സിക്കിമിലേക്ക് പഠനയാത്ര സംഘടിപ്പിച്ചു. കിലയുടെ സഹകരണത്തോടെയാണ് പഠനയാത്ര സംഘടിപ്പിച്ചത്. മാർച്ച് 2 മുതൽ 7 വരെ കൊടകര പഞ്ചായത്തിൽ നിന്നുള്ള സംഘം സിക്കിമിൽ താമസിച്ച് വിവിധ മാലിന്യ സംസ്കരണ രീതികൾ വിലയിരുത്തി. സിക്കിം സംസ്ഥാനത്തെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ നടപ്പിലാക്കുന്ന മാലിന്യ സംസ്കരണ പദ്ധതികളെക്കുറിച്ചും അവർ എങ്ങനെ മാലിന്യ സംസ്കരണ രീതികളിലൂടെ തങ്ങളുടെ ജനതയെ മുന്നോട്ട് നയിച്ചു എന്നും മനസ്സിലാക്കുന്നതിന് സംഘത്തിന് കഴിഞ്ഞതായി പ്രസിഡന്റ് അമ്പിളി സോമൻ പറഞ്ഞു. വിവിധ ബോധവൽക്കരണ രീതികളിലൂടെയും പിഴ ഈടാക്കിയും മാലിന്യ സംസ്കരണത്തിന് വിവിധ രീതികൾ അവലംബിച്ചും പ്ലാസ്റ്റിക് വിമുക്ത സംസ്ഥാനം, ODF+ വില്ലേജ് എന്നീ പദവികളിലേക്ക് സിക്കിം എങ്ങനെ എത്തിച്ചേർന്നു എന്നതിനെക്കുറിച്ച് വിശദമായി നിരീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്തതായി യാത്രയിൽ പങ്കെടുത്തവർ പറഞ്ഞു. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, വൈസ് പ്രസിഡന്റ് KG രജീഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, മെമ്പർമാർ, സെക്രട്ടറി ബിന്ദു G നായർ, ജീവനക്കാർ എന്നിവരടങ്ങിയ 21 പേരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. Okay. Now we want to hear, because Kerala name is quite long, no? So we want to hear by കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് नाम सुनने से नाम K. രാജേശ്വരി, അളകപ്പുഴ ഗ്രാമപഞ്ചായത്ത്. കഞ്ചാവ്, മയക്കുമരുന്ന്, ലഹരി മാഫിയക്കെതിരെ യുവത്വം രംഗത്തിറങ്ങണം. AIYF. സമൂഹത്തെ കാർന്നു തിന്നുന്ന കഞ്ചാവ്, മയക്കുമരുന്ന്, ലഹരി മാഫിയക്കെതിരെ യുവജനങ്ങൾ രംഗത്തിറങ്ങുന്നു എന്നും ഇത്തരക്കാരെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തണമെന്നും ആളൂർ മേഖലാ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് AIYF ജില്ലാ പ്രസിഡന്റ് ബിനോയ് ഷബീർ പറഞ്ഞു. ദിബിൻ പാപ്പച്ചൻ അധ്യക്ഷത വഹിച്ചു. AIYF മണ്ഡലം സെക്രട്ടറി TV വിപിൻ, CPI മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം MB ലത്തീഫ്, CPI ആളൂർ ലോക്കൽ സെക്രട്ടറി TC അർജുനൻ, AIYF മണ്ഡലം പ്രസിഡന്റ് വിഷ്ണു ശങ്കർ, അസിസ്റ്റന്റ് സെക്രട്ടറി PK സദാനന്ദൻ എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. PK സനീഷ് സ്വാഗതവും അപർണ നന്ദിയും പറഞ്ഞു. സെക്രട്ടറി ദിബിൻ പാപ്പച്ചൻ, പ്രസിഡന്റ് PK സനീഷ് എന്നിവരെ ഭാരവാഹികളായി തെരഞ്ഞെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. സ്വർണ്ണവില 10 രൂപ കൂടി ഗ്രാമിന് 850 രൂപ, പവന് 64,400 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 37 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാലടി പ്ലാന്റേഷൻ അതിരപ്പള്ളി എസ്റ്റേറ്റിൽ നിന്നും കൂറ്റൻ രാജവെമ്പാലയെ പിടികൂടി. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി നടന്ന ആനയോട്ടത്തിൽ ഗുരുവായൂർ ബാലു വിജയിച്ചു. ഓൺലൈൻ ട്രേഡിംഗിന്റെ പേരിൽ ഇരിങ്ങാലക്കുട സ്വദേശിയുടെ 1 കോടിയിലധികം രൂപ തട്ടിയെടുത്ത കേസിൽ യുവാവ് പിടിയിൽ.
നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി VR പുരം ഗവൺമെന്റ് സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ക്യാമറകൾ സ്ഥാപിച്ചു. മാലിന്യ സംസ്കരണ രീതികളെക്കുറിച്ച് പഠിക്കുന്നതിനായി കൊടകര ഗ്രാമപഞ്ചായത്തിൽ നിന്നും സിക്കിമിലേക്ക് പഠനയാത്ര സംഘടിപ്പിച്ചു. കഞ്ചാവ്, മയക്കുമരുന്ന്, ലഹരി മാഫിയയ്ക്കെതിരെ യുവത്വം രംഗത്തിറങ്ങണം. AIYF. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.